എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു വിജയദശമി ഡേയുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു നല്ലൊരു ദിവസം തന്നെ ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മളെ ലൈവ് ചെയ്തുകൊണ്ടിരുന്ന കാലം മൊത്തം ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നത് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനായിരുന്നു. സോ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫിലേക്ക് നമുക്ക് കടക്കാം. രാവിലത്തെ വർക്കൗട്ടും ബ്രീത്തിങ്ങും മെഡിറ്റേഷനും എല്ലാം കഴിഞ്ഞ് ഈ ഗ്രീൻ ടീ കുടിക്കുന്നൊരു ശീലമുണ്ട്. അപ്പം അതിനുശേഷം പൂജയെടുപ്പും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കാണാം. പൂജയെടുപ്പും പിന്നെ അക്ഷരം എഴുത്തൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഓൺലൈൻ ക്ലാസ്സിലോട്ട് കിടക്കുകയാണ്. ഞാൻ ഓൺലൈൻ മ്യൂസിക് പഠിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പം ആദ്യത്തെ ക്ലാസ് 8 മണിക്ക് 8 o'clock സ്റ്റാർട്ട് ചെയ്യും. സോ ഐ എം വെയിറ്റിംഗ് ഫോർ മൈ സ്റ്റുഡൻറ്റ്. ലെറ്റ് സ്റ്റാർട്ട്. ഇന്ന് രാത്രിയിൽ 9-9:30 വരെ ഇന്ന് ക്ലാസ് ഉണ്ട്. മഞ്ജുള വാക്വിലാസ കുറച്ചുകൂടെ പതുക്കെ ഇപ്പം സ്പീഡ് കൂടി. സാനി തൊട്ടൊന്നുകൂടെ പഠിക്കേ. അവൻ്റെ ഫസ്റ്റ് ക്ലാസ് തീർന്നിട്ടുണ്ട്. അപ്പം ഇനി വേഗം കുക്കിങ്ങിലോട്ട് കിടക്കുകയാണ്. പിന്നെന്താ കുറച്ച് സ്റ്റാറ്റസൊക്കെ ഒന്ന് ഇടുന്ന പരിപാടി, പിന്നെ കുക്കിങ്. അപ്പം അതിലോട്ടൊക്കെ വേഗം കിടക്കുകയാണ്. ഓക്കെ, കുക്കിംഗ് ഒന്നും എടുക്കാനായിട്ട് ഒരു സ്പീഡിൽ ചെയ്യുന്നുണ്ടേ, നോക്കട്ടെ. First we have to hum. We have അപ്പോൾ ഏർലി മോർണിംഗിലുള്ള കുറച്ച് ക്ലാസ്സസൊക്കെ ഒതുക്കിയിട്ട് നമ്മളൊരു അത്യാവശ്യ കാര്യത്തിനൊന്ന് പുറത്തോട്ട് പോകണം കേട്ടോ. എനിക്ക് റെഡി ആവാനൊന്നും ടൈം കിട്ടിയില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് മുടിയൊക്കെ ഒന്ന് ഒതുക്കി കിട്ടി. നമ്മൾ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യത്തിന് പോവുകയാണ്. പതിയെ പറയാം. ഒരു എമർജൻസി ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യത്തിന് പോവുകയാണ്. നമ്മുടെ അടുത്ത ബുക്ക് ഓർമ്മിപ്പിക്കുന്നുള്ളൂ. ഫസ്റ്റ് ബുക്ക് പോലെ തന്നെ സെക്കൻഡ് ബുക്കും വേഗം ഈ വർഷം തന്നെ ഇറങ്ങാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇത് ഊണിന് മുന്നേ കുറച്ച് ഫ്രൂട്ട്സും സ്വീറ്റ്സൊക്കെ കഴിച്ചിട്ട് നമ്മളിന്ന് ഒരു ചെറിയൊരു സദ്യ പോലെ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി. അപ്പോൾ ഊണ് കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിലോട്ട് കയറാം. അപ്പോൾ ഇനി ഉച്ച കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ്. അപ്പം കവികളുടെയൊക്കെ കൂടുന്നൊരു സമ്മേളനത്തിലോട്ട് നമ്മൾ ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ദേവി ചേച്ചി വരും, നമ്മുടെ PR ദേവി ചേച്ചി വരും, അവാർഡൊക്കെ കിട്ടിയ ദേവി ചേച്ചി. ചേച്ചി ഞാൻ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. വളരെ വർഷങ്ങളായിട്ടുള്ള ഒരു ഓൺലൈൻ പരിചയം മാത്രമേ ഉള്ളൂ. അപ്പോൾ ചേച്ചിക്ക് നമ്മുടെ ഈ ബുക്ക്, ഞാൻ എഴുതിയ ഈ ബുക്ക് സമ്മാനിക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞാൻ വേഗം ക്ലാസ്സിലോട്ട് കയറട്ടെ കേട്ടോ.
ആ പരിപാടിക്ക് പോകാനായിട്ട് നോക്കിയപ്പോൾ നെറ്റ്വർക്ക് ഇറർ. പിന്നെ ഞാൻ അവസാനം കുട്ടിയെ വാട്സപ്പിൽ, ഗൂഗിൾ മീറ്റിലാണ് സാധാരണ പഠിപ്പിക്കാറ്, വാട്സപ്പിൽ പഠിപ്പിക്കേണ്ടി വന്നു. ഒരു കുവൈറ്റ് എന്നുള്ള സ്റ്റുഡൻസ്. അപ്പോൾ മദ്രാസി കേരള സമാജം സംഘടിപ്പിച്ചിട്ടുള്ള നമ്മുടെ ഗാന്ധി ജയന്തിയുടെ ഒരു പ്രോഗ്രാമിലേക്ക് നമുക്ക് ക്ഷണം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വെച്ചിട്ട് മുൻ MP ആയിട്ടുള്ള കൃഷ്ണദാസ് അവർകളെ കാണാനും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് സംസാരിക്കാനും ഞാൻ ഗാന്ധിജിയെക്കുറിച്ച് വള്ളത്തോളിൻ്റെ കവിത ചൊല്ലിയത് വളരെ ഹൃദ്യമായെന്നും അദ്ദേഹം പറയുകയുണ്ടായി. കൂടെ നിന്നവരെല്ലാവരും ആ കവിതയെ ഒത്തിരി ഞാൻ ചൊല്ലിയത് വളരെ നന്നായി എന്ന് പറഞ്ഞത് എന്നെ ഒത്തിരി സന്തോഷത്തിലാക്കി. പിന്നെ അവിടെ വന്നവരെല്ലാവരെയും പരിചയപ്പെടാൻ സാധിച്ചു. പിന്നെ പ്രധാനമായിട്ടും ദേവി ചേച്ചിയെ കാണാൻ പറ്റി. വർഷങ്ങളായിട്ടുള്ള പരിചയമാണ് ഞങ്ങൾക്ക്. അപ്പോൾ അത് ഇന്ന് ഏറെ സന്തോഷമായിട്ടുള്ള നിമിഷങ്ങളാണ്. എൻ്റെ വാക്കുകൾ വരെ ഇടറുന്നു. അപ്പോൾ ഇനി അടുത്ത ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഞാൻ പോകട്ടെ. അപ്പം നിങ്ങൾ എന്നോട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പറയുമ്പോൾ ഞാൻ ചെയ്യാതിരുന്നത് ഇതാണ്. കാരണം കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസ് ഇതൊക്കെ തന്നെ എനിക്ക് അപ്ലോഡ് ചെയ്യാനുള്ളൂ. അല്ലെങ്കിൽ കുക്കിങ് വേറെ ലൈക്ക്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്കത് എടുക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് അറിയില്ല. സോ എന്തായാലും ഇതൊരു പരീക്ഷണമാണ്. അപ്പം എനിക്ക് ഇങ്ങനെയൊക്കെ ബിറ്റ്സ് ആൻഡ് പീസസ് ഒക്കെ എടുക്കാൻ സാധിച്ചുള്ളൂ. ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു വ്ളോഗറെ പോലെ അത്രയ്ക്ക് മികച്ച ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ അവകാശപ്പെടുന്നില്ല. എനിക്കങ്ങനെ എടുത്തു തരാനായിട്ട് ആ ഒരു സെറ്റപ്പ് ഇല്ല. ഞാൻ സ്വന്തമായിട്ട് അവിടെ ഇവിടെ നിന്നും ഒക്കെയാണ് എടുത്തത്. പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ സാധിക്കാത്തത്, ഇപ്പം ഇന്ന് തന്നെ ഈ പ്രോഗ്രാമിന് എനിക്കൊരു പുഷ് വേണം എല്ലാത്തിനും. എനിക്കിഷ്ടപ്പെട്ട കാര്യം ചെയ്യാൻ പോലും ഒരു പുഷ് വേണം. അപ്പോൾ എൻ്റെ ആ ഒരു പുഷ്, ആ ഒരു ബിഗസ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് ദൈവഭാഗ്യം കൊണ്ട് എൻ്റെ ഹസ്ബൻഡാണ്. സോ അപ്പം അങ്ങനെ ഒരു ഹസ്ബൻഡ് ഉള്ളതുകൊണ്ടാണ് ധാരാളം കാര്യങ്ങളിൽ എനിക്ക് ഇൻവോൾവ് ചെയ്യാനായിട്ടും എനിക്ക് എൻ്റെ ടാലൻസിന് മൂർച്ച കൂട്ടാൻ സാധിക്കുന്നത്. സോ അത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാനിനി അടുത്ത ക്ലാസ്സിലോട്ട് പോവുകയാണ്. അത് ഞാൻ വീണ്ടും ഇവിടെ ഇട്ട് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് ഇനി നിങ്ങൾക്ക് ഡേ ഇൻ മൈ ലൈഫ് ഇതുപോലെ കാണണമെങ്കിൽ പറഞ്ഞാൽ മതി. പിന്നെ നിങ്ങൾ ഫ്ലാറ്റ് ടൂർ ചോദിച്ചിരുന്നു, അത് പൂനെ വെച്ച് ചോദിച്ചതാണ്. അവിടെ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലുമൊക്കെ കാണാനുണ്ടായിരുന്നു. ജിമ്മും സ്വിമ്മിംഗ് പൂളും ഒക്കെ കാണാനുണ്ടായിരുന്നു. ഇവിടെ അങ്ങനത്തെ സെറ്റപ്പുകളൊന്നും ഇല്ല. അന്ന് പോലും എനിക്ക് ഇടാനായിട്ട് ഒരു ചമ്മലായിരുന്നു. സോ ഫ്ലാറ്റ് ടൂർ ഒന്നും നമ്മൾ എന്തായാലും ഇടുന്നില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞ ഡേ ഇൻ മൈ ലൈഫ് ഞാനിതാ ഇട്ടിട്ടുണ്ട്. പിന്നെന്താ, അപ്പം ഞാൻ അടുത്ത കുട്ടി ഈസ് വെയിറ്റിംഗ് ഐ തിങ്ക്. സോ ഞാൻ ക്ലാസ് എടുക്കട്ടെ. അപ്പം നിങ്ങളെല്ലാവരുടെ അഭിപ്രായം പറയാം കേട്ടോ. ഈ വ്ളോഗ് ഇനി ഇതുപോലെ ചെയ്യണമെങ്കിൽ പറയാം, ചെയ്യണ്ടെങ്കിൽ അതും പറഞ്ഞോളൂ. ഇറ്റ്സ് ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. പിന്നെ ഞാൻ ഇന്നത്തെ കേരള സമാജത്തിൻ്റെ പരിപാടിയൊക്കെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് പ്രോഗ്രാം. അത് കൂടാതെ അവിടെ കൃഷ്ണദാസ് അവർകൾ സംസാരിച്ച ഗാന്ധിജിയെക്കുറിച്ചുള്ള കുറച്ച് ബിറ്റ്സ് ആൻഡ് പീസസും കൂടി ഞാനൊന്ന് ഇടാം. അത് കേൾക്കേണ്ടതാണ് എല്ലാവരും. ഇന്ത്യയെക്കുറിച്ചും ഗാന്ധിജിയെക്കുറിച്ചും അറിയാത്ത ഒരു ഇന്ത്യക്കാരും ഉണ്ടാവാൻ പാടില്ല. അവിടെ ഇരുന്നുള്ളൊരു റിയലൈസേഷനായിരുന്നു. അപ്പം ഞാൻ അതും ഇടാം, എല്ലാവരും കാണണം. ഓക്കെ, ബൈ.